കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. ജനുവരി 3 മുതൽ 13 വരെയാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ബോധവൽക്കരണ ക്യാമ്പയിനുമായി രംഗത്ത്. 1 മാസം നീളുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ആലപ്പുഴ RTO. CPM കായംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സമ്മേളനവും നടന്നു. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് മുന്നിൽ മത്സ്യവില്പന നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്നു എന്നാരോപിച്ച് ആലപ്പുഴയിലാണ് വേറിട്ട സമരം. ചേർത്തല അന്തകാനഴി മേഖലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. അന്തകാനഴി ബീച്ചിന് സമീപത്തും പള്ളിത്തോട് കൈരളി ജംഗ്ഷന് സമീപത്തുമാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. വാർത്തകൾ വിശദമായി. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള താലൂക്ക് തല അദാലത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. ജനുവരി 3 മുതൽ 13 വരെയാണ് താലൂക്ക് തല അദാലത്ത് ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദാലത്തിൽ ഇരിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമാണ്. ഞങ്ങൾ രണ്ടാളുടെയും വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ എങ്ങനെ അറിയും? ഞങ്ങൾക്കൊരു കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ അനുഭവത്തിനിടയിൽ നമുക്ക് ഏകദേശ ധാരണ ഞങ്ങളുടെ വകുപ്പുകളെ കുറിച്ച് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ പുതുതായി ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഞങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ടത് ഇതാണ് കാര്യങ്ങളെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു ഉത്തരവാദിത്വം. ജില്ലാ ലെവലിലെ ആരാണോ അതിന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, അവർ നിർബന്ധമായും അദാലത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഫയലുകൾ നോക്കിയതാരാണ് അവർ കൃത്യമായിട്ട് ഉണ്ടാവണം. നമുക്ക് ചിലയിടങ്ങളിലുള്ള അനുഭവത്തിനകത്തുള്ളത് ബന്ധപ്പെട്ട ആളുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, വേറെ മീറ്റിങ്ങിന് പോയി എന്ന് പറയുന്നു, ഞങ്ങൾക്ക് പ്രത്യേകമായി മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ചിലയിടങ്ങളിൽ കണ്ടൊരു കാര്യമാണ്. ചില നടപടികളിലേക്ക് അത് നീങ്ങുന്നത്. കാരണം അത്രയും പേരുടെ മുമ്പിൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോവുകയാണ്. എന്തെങ്കിലും പരിശോധിക്കുക എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ താലൂക്ക് തല അദാലത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. പരാതികൾ പരിശോധിക്കും. റിപ്പോർട്ട് തയ്യാറാക്കാനും ഓരോ വകുപ്പിനും നോഡൽ ഓഫീസർ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് താലൂക്ക് തലത്തിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളുടെ ആലപ്പുഴ ജില്ലയിലെ വിജയകരമായ സംഘാടനത്തിന് ജില്ലയുടെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ ചേർന്ന യോഗത്തിൽ MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. തോമസ് K. തോമസ് MLA ഓൺലൈനായും പങ്കെടുത്തു. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അദാലത്തുകളിൽ അതത് വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ലഭിക്കുന്ന അപേക്ഷകളിൽ കുറ്റമറ്റ ഇടപെടൽ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ 6 താലൂക്കുകളിലും നടക്കുന്ന അദാലത്തുകൾ ഏറ്റവും മികച്ചതാക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും ആവശ്യമായ ഹോംവർക്ക് നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഓരോ താലൂക്കുകളിലെയും അദാലത്ത് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. അദാലത്ത് വേദികളിൽ കുടിവെള്ളം, മെഡിക്കൽ സേവനം, സുരക്ഷ, വൈദ്യുതി എന്നിവയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വാട്ടർ അതോറിറ്റി, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യവകുപ്പ്, KCB, PWD തുടങ്ങിയ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 3 മുതൽ 13 വരെയാണ് ജില്ലയിലെ 6 താലൂക്കുകളിൽ അദാലത്ത് നടക്കുന്നത്. അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഡിസംബർ 23 വരെ നൽകാനാകും. യോഗത്തിൽ ADM ആശ, C. എബ്രഹാം, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ അദാലത്തിലേക്ക് ലഭിക്കുന്ന പരാതികളും അവയുടെ പുരോഗതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കും. ജില്ലാ കളക്ടർക്കാണ് അദാലത്ത് നടത്തിപ്പിനുള്ള പൂർണ്ണ ചുമതല. ജില്ലാ ഓഫീസർ കൺവീനറും ജില്ലാതല ഓഫീസ് താഴെ ആ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകൾ ഉണ്ടെങ്കിൽ ഓഫീസ് സ്ഥാപന മേധാവികൾ അംഗങ്ങളുമായി വകുപ്പ് തല അദാലത്ത് സമിതികൾ രൂപീകരിക്കണം. ജില്ലാതല ഓഫീസുകൾ ഇല്ലാത്ത വകുപ്പുകളാണെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള റീജിയണൽ ഓഫീസർ കൺവീനർ വകുപ്പിലെ ഓഫീസിലെ മുന്നിൽ കുറയാത്ത മുതിർന്ന ഉദ്യോഗസ്ഥർ, ജില്ലയിൽ ഓഫീസുകൾ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിലെ മേധാവികൾ അംഗങ്ങളുമായി വകുപ്പ് തല അദാലത്ത് സെൽ രൂപീകരിക്കാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാതല ഓഫീസുകളില്ലാത്ത കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ സോണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വകുപ്പ് തല അദാലത്ത് സെൽ കൺവീനറും ഓഫീസിലെ 3-ൽ കുറയാത്ത മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളായിരിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ക്യാമ്പയിൻ പരിപാടി ആരംഭിക്കുന്നു. 1 മാസം നീളുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ആരംഭിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകും.
ആലപ്പുഴ RTO AK ദിലു ചേരും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഡിസംബർ മാസം 2024 ഇതുവരെ ഒരു ആക്സിഡന്റ് കുറഞ്ഞു നിന്നെങ്കിൽ, പക്ഷേ 2024 ഡിസംബർ എത്തിയപ്പോഴത്തേക്കും ഗണ്യമായി വാഹനാപകടങ്ങൾ കൂടുകയും വാഹനാപകടങ്ങളിൽ ഇരയായി മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു ആക്സിഡന്റ് 4 പേര് മരിക്കുകയുണ്ടായി. അതിനു മുൻപ് കളർകോട് 6 പേര് മരിക്കുകയുണ്ടായി. പാലക്കാട് 4 പെൺകുട്ടികൾ മരിക്കുകയുണ്ടായി. അതിനു മുമ്പ് തൃശ്ശൂരിൽ വാഹനം പാഞ്ഞു കയറി 5 പേര് മരിക്കുകയുണ്ടായി. അപ്പം വളരെ ക്രൂഷ്യലായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവയെല്ലാം തന്നെ ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണെന്നാണ് നമ്മളെ കണ്ടെത്തൽ. അപ്പൊ അവർക്കൊരു അവബോധം പകരുന്ന രീതിയിൽ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങൾ പഴയ ചെക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ അധികം കാര്യങ്ങൾ ഡ്രൈവർമാർ എത്രക്കാരാണ് ഓടിക്കുന്നത് അതൊക്കെ ഒന്ന് നോക്കുകയും അവർ മദ്യപിക്കുന്നുണ്ടോ, അവർ ഉറങ്ങാതിരിക്കാനുള്ള സന്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒന്ന് അലർട്ടാക്കുക, മൊത്തത്തിൽ കേരളം ഒന്ന് അലർട്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നുകൊണ്ട് ഇതിന്റെ പേര് ജപം 2024 എന്നാണ്. ജപം എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആക്ഷൻ പോലീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് 2024 എന്നാണ്. അപ്പം ഞങ്ങൾ അടുത്ത 17-ാം തീയതി വരെ അതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. നിരീക്ഷിച്ച് ഡ്രൈവർമാരോട്ട് സംസാരിക്കുക, ഡ്രൈവർമാരുടെ കാര്യങ്ങൾ കേൾക്കുക. ഫൈൻ അടിക്കുന്നത് അത്യാവശ്യ സാഹചര്യങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലേ എന്നിട്ട് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം. അതാണ് ജനങ്ങൾ കുറച്ചുകൂടെ ജാഗരൂകരായി വണ്ടി ഓടിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ പോലീസും ഞങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന 1 മാസം പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപകടരഹിതമായിട്ട് വേണം കൺസ്ട്രക്ഷൻ നടത്താനായിട്ട്. അങ്ങനെയാണ് എൻ്റെ കോൺട്രാക്ട്. അപ്പൊ അതിന്റെ ഒരു ബൃഹത്തായ റിപ്പോർട്ട് ഞാൻ ആലപ്പുഴ ജില്ലയുടെ തയ്യാറാക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കുന്നതാവും. പക്ഷേ അപകടങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നത് പലപ്പോഴും അതല്ലാത്ത റോഡുകളിലാണ്. ഇവിടെ ഒറ്റതിരിഞ്ഞ അപകടങ്ങളുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻസ്, കൂട്ടമായ ആൾക്കാർ മരിച്ചതെല്ലാം ഇതര റോഡുകളിലാണ്, അതല്ലാത്ത റോഡുകളിലാണ്. ഞങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് റോഡ് നീക്കുകയും എല്ലാ വാഹനങ്ങളും നിർത്തുകയും അവ പരിശോധിക്കുകയും പഠിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഫൈൻ അടിച്ച് പഴയതുപോലെ നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളെ പരിവർത്തനം ഉണ്ടാകുന്ന തരത്തിൽ പെരുമാറുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അതാണ് ജപം 2024. CPM കായംകുളം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ചുവപ്പ് സേന മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി MM മണി MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM കായംകുളം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടന്നു. GDM ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് LMX ഗ്രൗണ്ടിൽ സമാപിച്ചു. P. ശശികല അധ്യക്ഷയായി. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് വാർഡ് മുതൽ പ്രിയമുള്ളവരെ പാർലമെന്റ് വരെ എല്ലാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധവും ശുദ്ധമായ പോക്കെടുത്തരവുമാണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇന്ന് രാജ്യം. ഇതിപ്പോൾ അപമാനം എന്താ? പ്രായോഗികമാണോ? പറ. അത് എങ്ങനെ നടപ്പിലാക്കും? സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. രാജ്യത്തെ ഇവിടുത്തെ പഞ്ചായത്ത്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡ് മുതൽ അഖിലേന്ത്യാ തോതിലുള്ള തെരഞ്ഞെടുപ്പുകൾ വരെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എല്ലാം അടിമുടി നടത്തുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വട്ടുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഇതിനെ ചെറുക്കല്ലാതെ വേറെ കോമഡിയില്ല. ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കുക എന്ന ഭ്രാന്തൻ ആശയമാണ് അവിടെ നടപ്പിലാക്കാൻ പോവുക. അതാണ് അവിടെ ലക്ഷ്യം. ഹിന്ദുത്വം, ഹിന്ദുത്വം, ഹിന്ദുരാജ്യം, ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഹിന്ദുമത വിശ്വാസികൾ ഓർക്കും, ഓ നമ്മളെ അങ്ങ് കൊല്ലത്താനാണെന്ന്. നമ്മളെ ഒന്നും കൊല്ലത്തുകയല്ല, അതൊക്കെ വേറെ ആളുകൾ, ആണുങ്ങളുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരുടെ കൂടെ. ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും സമ്പന്നന്മാരും ഭൂപ്രഭുക്കന്മാരും മുൻ നാടുവാടികളും പ്രമാണി വർഗമുണ്ട്. അവർക്ക് വേണ്ടി ഭരണയന്ത്രം ധരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാർ, അതിന്റെ പിന്മുറക്കാർ ഇന്ത്യ ഭരിക്കുന്ന നാണക്കേടിൽ ഇന്ത്യയെ കൊണ്ടെത്തിച്ചു. ജില്ലാ സെക്രട്ടറി R. നാസർ, KH ബാബുജർ, A. മഹേന്ദ്രൻ, P. അരവിന്ദാക്ഷൻ, P. ഗാനകുമാർ, N. ശിവദാസൻ, ഷെയ്ഖ് P. ഹാരിസ്, B. അബിൻഷാ, G. ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ്, ആലപ്പുഴ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇടത് നയവഞ്ചകർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്
ഇന്ന് KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുത ഭവനുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായിരുന്നു പ്രതിഷേധം. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചേർത്തല KECB ഓഫീസിന്റെ മുൻവശത്ത് അവസാനിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പരോക്ഷമായി ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ. നമ്മളുടെ ഈ കുറച്ചു കാലഘട്ടമായി നമുക്കൊക്കെ പേടിപ്പെടുന്ന സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ രാത്രിയിൽ കടന്നു വരുന്ന കുറുവാ സംഘമാണ്. കുറുവാ സംഘത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുതൽ നമ്മൾ ഉണർന്നുകൊണ്ടിരുന്നത്. പേടിച്ചാണ്. ഇന്ന് വീട് തുറക്കുമ്പോൾ വീടിന്റെ ഏതെങ്കിലും വാതിൽ കുത്തി തുറന്നിട്ടുണ്ടോ എന്ന് പേടിച്ചു തുറന്ന ദിവസങ്ങളുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ കുറുവാ സംഘത്തിന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന തലത്തിലേക്ക് ആ ഭീതി വന്ന സമയത്ത്. പക്ഷേ കുറുവാ സംഘം കാണിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത്യാവശ്യം സാമ്പത്തികമുള്ള വീടാണ് അവന്മാര് മോഷണത്തിനാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെ രാജ്യത്താണ് അത്യാവശ്യം അവർക്കൊരു മര്യാദ, ഒരു മനസാക്ഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ കുറുവാ സംഘത്തെ പോലും കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് ഈ നാട്ടിലെ സർക്കാർ സാധാരണക്കാരെന്തോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെന്തോ അവന്റെ വരുമാനം എന്തെന്നോ അറിയാതെ ഇങ്ങനെ കുറുവാ സംഘത്തെക്കാൾ വലിയ കൊള്ള സംഘമായി കേരളത്തിലെ സർക്കാർ അധപ്പതിച്ചിരിക്കുന്നതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇത് വൈദ്യുതി ചാർജിന്റെ വർധനവ് മാത്രമാണ്. ഈ നാട്ടിൽ ജനക്ഷേമപരമായ എന്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നു? ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KC ആന്റണി അധ്യക്ഷത വഹിച്ചു. T സുബ്രഹ്മണ്യദാസ്, ജയലക്ഷ്മി അനിൽകുമാർ, R ശശിധരൻ, സജി കുര്യാക്കോസ്, S കൃഷ്ണകുമാർ, P ഉണ്ണികൃഷ്ണൻ, KS അഷ്റഫ്, B ഭാസി, G വിശ്വംഭരൻ നായർ, TD രാജൻ, G സോമകുമാർ, CS പങ്കജാക്ഷൻ, CK ഉണ്ണികൃഷ്ണൻ, മാമ്പല ശ്രീകുമാർ, ജയാമണി, ജയശ്രീ, KK വരദൻ, മാത്യു കൊല്ലേലി, ദേവരാജൻ പിള്ള, V വിനീഷ്, KP പ്രകാശ്, N മധുകുമാർ, E വിശ്വംഭരൻ പിള്ള, അജയകുമാർ, TT സാജു, VM സുഗാന്ധി, KC വേണുഗോപാൽ, KS സുരേഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വൈദ്യുതി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. ജീവനക്കാരും എഞ്ചിനീയർമാരും പ്രക്ഷോഭത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ജീവനക്കാരും എഞ്ചിനീയർമാരും പ്രക്ഷോഭത്തിലേക്ക്. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാനാവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക, ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക, എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക, പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസമില്ലാതെ പാസാക്കി പണം നൽകുക, കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്രനയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം നടത്തിയത്. ചേർത്തല ഡിവിഷൻ ഓഫീസിന്റെ മുന്നിൽ നടന്ന ധർണ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാസ്റ്റർ ട്രസ്റ്റിനെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള പരിശ്രമം ബന്ധപ്പെട്ട ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2023 നവംബർ 1 ഒരു ഉത്തരവ് പവർ സെക്രട്ടറി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ പവർ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിലെ മാസ്റ്റർ ട്രസ്റ്റിന്റെ ക്ലോസ് 6, 9 എന്നുള്ളത് പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. കാരണം 2023 വരെയാണ് 10% ഡ്യൂട്ടി ഗവൺമെന്റ് ബോർഡിൽ നിലനിർത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിനൊരു പ്രത്യേക ഉത്തരവില്ലാതെ തന്നെ അത് ഗവൺമെന്റിലേക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതല്ലായിരുന്നു ഉദ്ദേശം. ഈ മാസ്റ്റർ ട്രസ്റ്റിനെ തന്നെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയതെന്നാണ് ന്യായമായും നമ്മൾ സംശയിക്കുന്നത്. G ഗിരികുമാർ അധ്യക്ഷത വഹിച്ചു. S നഹാസ്, KS പ്രസന്നകുമാർ, PG തമ്പി, KV സന്തോഷ് കുമാർ, TB ഭാർഗവൻ, B സഞ്ജയ്നാഥ്, KR ഷീജ, KK ചന്ദ്രൻ, VS കാലേഷ്, TS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരസഭ കേരളോത്സവത്തിന് സമാപനം. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്.
ചേർത്തല നഗരസഭ കേരളോത്സവം സമാപിച്ചു. മുനിസിപ്പൽ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. കൗൺസിലർമാർ, ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഘോഷയാത്ര നഗരം ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ശുചിത്വ അംബാസിഡർ ബിജു മല്ലാരി ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ കലാകാരന്മാരും കേരളോത്സവത്തിലൂടെ വന്ന കലാകാരന്മാരാണ്. ഇപ്പോഴും നമ്മൾ അത് തുടർന്നു പോകുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ട് ഗവൺമെൻറ്റിന് വലിയ ബാധ്യതകളൊക്കെ ഉള്ള സമയത്ത് പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം അതൊരു വളരെ അഭിനന്ദനാർഹവും നമുക്ക് ഒരു നന്ദി പറയേണ്ട ഒരു കടപ്പാടിൻ്റെ ഒരു കാര്യം കൂടാണ്. കാരണം കലയെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കനാൽ ഫെസ്റ്റ് മുനിസിപ്പാലിറ്റി അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നു. അതിലൂടെ കുറേ കലാകാരന്മാർക്ക് പ്രോഗ്രാമും അതുപോലെ കലയെ പ്രോത്സാഹിപ്പിക്കും. ഒരു സൈഡിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു സൈഡിൽ നമ്മളുടെ ആ ഒരു നമ്മളുടെ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുന്നു. ചേർത്തലയുടെ അഭിമാനമായിട്ട് ആ കനാൽ ഫെസ്റ്റ് വരുമെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. അതുപോലെ നമ്മളുടെ ശുചിത്വ മിഷനുമായിട്ടുള്ള നമ്മളുടെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ എല്ലാത്തിനും ചേർത്തല മുനിസിപ്പാലിറ്റി ഒരു പടി മറ്റുള്ള മുനിസിപ്പാലിറ്റിയേക്കാൾ മുന്നിലാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിനുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TS അജയകുമാർ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ ഫലപ്രഖ്യാപനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, ജി രഞ്ജിത്ത്, മാധുരി സാബു, A സാബു, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ, ആശാ മുകേഷ്, A അജി, ഷീജ സന്തോഷ്, ലിസി ടോമി തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്ത് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് മുന്നിൽ മത്സ്യവില്പന നടത്തി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിക്കെതിരെയാണ് ആലപ്പുഴയിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മത്സ്യക്കച്ചവടം നടത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ നിയമവിരുദ്ധമായി ഒഴിപ്പിക്കുകയും അവരുടെ വലയും ത്രാസും മത്സ്യം വിറ്റ 4500 രൂപയും എടുത്തുകൊണ്ടുപോവുകയും ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ മത്സ്യവില്പന നടത്തി പ്രതിഷേധിച്ചു. അന്യസംസ്ഥാന മത്സ്യലോബിയുമായി ചേർന്ന ചില ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുകയാണെന്നാണ് ആരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സരുൺ റോയി സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ജെ പുതിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രജിനസ് ഉണ്ണിത്താൻ, DCC അംഗം R അംജിത് കുമാർ, നിയോജകമണ്ഡലം ഭാരവാഹികളായ S ഷഫീഖ്, അബി ഏലിയാസ്, തൈഫുദ്ദീൻ മൂരിക്കുളം, ചേനു തോമസ്, മണ്ഡലം പ്രസിഡന്റുമാരായ TA പോൾ, അരുൺ സാബു, S ശ്രീനാഥ്, സൈഫുദ്ദീൻ, ജോൺ വിക്ടർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. കായംകുളം നഗരസഭയുടെ കേരളോത്സവത്തിന് തുടക്കമാകുന്നു. ഡിസംബർ 18, 19, 20 തീയതികളിലായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കായംകുളം നഗരസഭ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ കേരളോത്സവം 2024 വിപുലമായ പരിപാടികളോടെ ഡിസംബർ 18, 19, 20 തീയതികളിലായി വിവിധ വേദികളിൽ നടത്തപ്പെടുകയാണ്. യുവജനങ്ങളുടെ സർഗാത്മകവും കായികപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുവജനക്ഷേമ ബോർഡിൻ്റെയും കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 18-ാം തീയതി രാവിലെ 9 മണിക്ക് നഗരസഭാ അങ്കണത്തിൽ നിന്നും ഘോഷയാത്ര പാർക്ക് മൈതാനത്താണ് അവസാനിക്കുന്നത്. അവിടെ പാർക്ക് മൈതാനത്ത് വെച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ ഘോഷയാത്രയിൽ കായംകുളം നഗരസഭയിലെ കൗൺസിലർമാർ, അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ,
ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യാപാര വ്യവസായ സമൂഹങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ വലിയൊരു ഘോഷയാത്രയാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത്. 18-ാം തീയതി നടക്കുന്ന ഘോഷയാത്രയിൽ നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ വേദികളിലായി കലാകായിക മത്സരങ്ങൾ നടക്കും. സമാപന സമ്മേളനവും സമ്മാനദാനവും ഡിസംബർ 20 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും ചെയർപേഴ്സൺ പി ശശികല മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, കൗൺസിലർമാരായ റജീമാവനാൽ, അഖിൽകുമാർ, ബിജു നസറുള്ള, ഷെമിമോൾ, ഗംഗാദേവി തുടങ്ങിയവർ കായംകുളത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. ചേർത്തല അന്തകാനഴി മേഖലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. അന്തകാനഴി ബീച്ചിന് സമീപത്തും പള്ളിത്തോട് കൈരളി ജംഗ്ഷന് സമീപത്തുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചേർത്തല അന്തകാനഴി മേഖലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് 2 പേരുടെ മൃതദേഹങ്ങൾ തീരത്തടിഞ്ഞത്. അന്തകാനഴി ബീച്ചിന് സമീപം കാണപ്പെട്ടത് ഏറെ പഴക്കമുള്ള മൃതദേഹം. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലാണ്. പട്ടണക്കാട് പോലീസും കോസ്റ്റൽ പോലീസും ചേർന്ന് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്തകാനഴി വടക്ക് പള്ളിത്തോടിന് സമീപം കൈരളി ജംഗ്ഷന് പടിഞ്ഞാറ് വശത്ത് കടൽ ഭിത്തിയുടെ കല്ലുകൾക്കിടയിലാണ് മറ്റൊരു മൃതദേഹം കാണപ്പെട്ടത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അരൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ വെമ്പലേഴത്ത് 44 വയസ്സുള്ള നിയാസിൻ്റെ മൃതദേഹമാണെന്ന് കുത്തിത്തോട് പോലീസ് അറിയിച്ചു. ഇയാളുടെ ബൈക്ക് അന്തകാനഴി ഭാഗത്ത് കണ്ടെത്തിയിരുന്നു. കുത്തിത്തോട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തൊഴിലുറപ്പ് തൊഴിലാളികൾ കുത്തിത്തോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, അർഹമായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ ആക്കുക, അപ്രായോഗികമായ NMMSഉം ജിയോ ടാഗും 2 നേരം ഫോട്ടോ എടുപ്പും പിൻവലിക്കുക, വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കാർഷിക മേഖലയിലെ മുഴുവൻ ജോലികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NREG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PP സംഗീത ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, നമുക്കൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന നിലപാടുകളല്ല. അരൂർ ഏരിയ പ്രസിഡന്റ് സുപ്രിയ രാകേഷ് അധ്യക്ഷത വഹിച്ചു. അരൂർ ഏരിയ സെക്രട്ടറി BK ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. PK സാബു, NB ഷിബു, CT വിനോദ്, അനിത സോമൻ, R ജീവൻ, മോളി സൂണാനന്ദൻ, R അനിൽകുമാർ, ഗീത ഷാജി, NK സുരേന്ദ്രൻ, TV സന്തോഷ് കുമാർ, SI ഷെറീഫ്, ബെൻസി രാഘവൻ, സ്മിത ഷാബു, ജയ്മോൾ, MG രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വൈക്കം പൂത്തോട്ട ശ്രീനാരായണ ഗ്രന്ഥശാല നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നാടകോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ബഹുസ്വര ഗ്രാമോത്സവം എന്ന പേരിൽ ഡിസംബർ 27 മുതൽ 31 വരെയാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടക കൂട്ടായ്മ സെക്രട്ടറിയും നാടക പ്രവർത്തകനുമായ രംഗനാഥൻ ചേരും. ശ്രീനാരായണ ഗ്രന്ഥശാല നാടക കൂട്ടായ്മ ഗ്രന്ഥശാല എന്ന ഒരു 10-85 വർഷമായിട്ട് പൂത്തോട്ട പുത്തൻകാവ് കേന്ദ്രീകരിച്ച് വിളമ്പൂർ പഞ്ചായത്തിൽ എന്നല്ല എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ കലാപ്രവർത്തനങ്ങൾ, കൂട്ടായ്മകൾ, വലിയ വലിയ കവിത എഴുതുന്നവരുടെ സംഗമം, പാട്ട് പാടുന്നവരുടെ സംഗമം, അങ്ങനെ വിവിധ, അതുപോലെ കോച്ചിങ് ക്ലാസ്സുകൾ, കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുള്ള ക്ലാസ്സുകൾ, അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. വനിതാ കൂട്ടായ്മയുണ്ട്. ഇതിന്റെ ഒക്കെ ഒപ്പം തന്നെ വലിയൊരു നാടക കൂട്ടായ്മ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ നാടക കൂട്ടായ്മയുടെ ഒരു സ്വപ്നവും സാക്ഷാത്കാരവുമാണ് ബഹുസ്വര ഗ്രാമോത്സവം. അതൊരു വലിയ ഗ്രാമോത്സവമാക്കി നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഗ്രാമോത്സവത്തിന്റെ ഒരു ശ്രമം നടത്തി. അപ്പോ വിപുലമായ നാടക കൂട്ടായ്മയുടെ ഒരു സ്വപ്നമാണ് അത് സംഭവിക്കുന്നത്. സാക്ഷാത്കാരമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വിവിധ ചിന്താഗതിക്കാരായിട്ടുള്ള, വ്യത്യസ്തമായ ചിന്താഗതിക്കാരായിട്ടുള്ള പലരെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്തു.
എല്ലാവരും അതിനകത്ത് സഹകരിക്കുന്നു. ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ, വായനക്കാരുടെ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുന്നു. വിവിധ ആളുകൾ, വാസ്തുമ്പർമാരായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിലുള്ള ആളുകൾ, അതുപോലെ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനത്തിലുള്ള ആളുകൾ, എല്ലാ ആളുകളും അതിനകത്ത് സഹകരിക്കുന്നു. വ്യവസായികൾ, പിന്നെ വ്യാപാരി വ്യവസായത്തിന്റെ ആളുകൾ, എല്ലാവരും അതിനകത്ത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പരിപാടി നമ്മൾ ബഹുസ്വര ആരംഭിക്കുന്നതിന് കഴിഞ്ഞ ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. ബഹുസ്വര ശ്രീനാരായണ നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുസ്വര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് വന്നത് തന്നെ അതിനുവേണ്ടി ലോഗോ തന്നെ നമ്മൾ മത്സരമാണ് ക്ഷണിക്കുക. ബഹുസ്വര പേര് തന്നെ നമ്മൾ അതിന്റെ ഒരു കോമ്പറ്റീഷൻ ക്ഷണിക്കുന്നത്. ആളുകളിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി നമ്മളൊരു ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു പേര് വേണം എന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ നടത്തി. അതിൽ തന്നെ 160ഓളം പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ നമ്മൾ ജഡ്ജ്മെന്റ് നടത്തിയാണ് ബഹുസ്വര എന്ന് പറയുന്ന ഈ ഒരു പേരിലേക്ക് എത്തിയത്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനമായിട്ടാണ് ഈ ഡിസംബർ മാസം 27 മുതൽ 31 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം നടത്താൻ പോവുകയാണ്. നാടകിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. നാടകം എന്ന് പറയുന്ന നാടക പ്രവർത്തകരുടെ സംഘടനയുണ്ട്. നാടകിന്റെ പ്രവർത്തകർ അവർ പറഞ്ഞത് ഞങ്ങളൊരു ഇതിനു വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ വരാം, ഞങ്ങൾ പാട്ടും എഴുത്തും എന്നുള്ള മതിലെഴുത്തും പാട്ടും എന്നുള്ള പരിപാടി തന്നെ സംഘടിപ്പിച്ചു അവർ പ്രത്യേകം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മതിലെഴുത്തും പാട്ടും എന്ന് പറയുന്ന പരിപാടി, മതിലിനെ കുറിച്ചുള്ള പ്രചരണത്തിന് വേണ്ടി ബഹുസ്വരയുടെ നാടകോത്സവം, ഗ്രന്ഥശാലയുടെ നാടകോത്സവം എന്നൊക്കെ പറയുന്നത് ആ മതിലെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ നാടൻപാട്ട് പ്രചരണ പരിപാടി, നാടൻപാട്ട് അവിടെ നടത്തി നല്ല പിന്തുണ, നല്ലൊരു ശ്രദ്ധേയമായൊരു പ്രചരണ പരിപാടിയായിരുന്നു അത്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന നാടകത്തെ കുറിച്ച് ചോദിച്ചു. ഈ നാടകത്തെ കുറിച്ച് ഇപ്പൊ തോറ്റവരുടെ യുദ്ധങ്ങൾ, ആദ്യത്തെ നാടകം ഡിസംബർ മാസം 27 തീയതി നടക്കുന്ന തോറ്റവരുടെ യുദ്ധം. ഇത് പിന്നെ ഇടുക്കി ദർശനഘട്ടത്തിന ആണ് അവതരിപ്പിക്കുന്നത്. EJ ജോസഫാണ് അതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. നരിപ്പറ്റ രാജു എന്ന് പറയുന്ന പ്രശസ്തനായ നാടക സംവിധായകൻ ആണ് അതിന്റെ ഡയറക്ഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 28 തീയതി ശുദ്ധമതളം എന്ന് പറയുന്ന നാടകം, രാജേഷ് ശർമ്മ, അമൽ രാജ് എന്നീ 2 സിനിമാ സ്റ്റാറുകൾ ആണ് ആ നാടകം അരങ്ങേറ്റിക്കുന്നത്. ഇപ്പൊ ഒരു വർഷങ്ങളായിട്ട് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് ശുദ്ധമതളം. അപ്പോൾ അത് 28 തീയതി ശനിയാഴ്ച നടക്കും. പിന്നെ അതുപോലെ തന്നെ അഖില കേരള നാടക മത്സരത്തിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തൃപ്പൂണിത്തുറ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് മത്സരം നടത്തിയതിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം നേടിയ കായൽ കഹാനി ശ്രുതി ആർട്സ് എരമല്ലൂരാണ് അത് അവതരിപ്പിക്കുന്നത്. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് വിപിൻ ബേലായി. അതുപോലെ തന്നെ കൂവാകം, അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ഉണ്ണി പൂണിത്രയാണ്. അതിന്റെ ശാന്തകുമാറാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അഖില കേരള നാടക മത്സരത്തിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം നേടിയ തൃപ്പൂണിത്തുറ 3ാം സ്ഥാനം 3 സ്ഥാനങ്ങൾ നേടിയ നാടകങ്ങളാണ്. ചേർത്തല നഗരസഭ 7ാം വാർഡ് കൗൺസിലർ S. സനീഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പ്രവേശനത്തിന്റെ 4ാം വാർഷികം ആഘോഷിച്ചു. വയോമിത്ര സംഗമം, അനുമോദനം, ക്രിസ്മസ് ആഘോഷം, സ്നേഹോപഹാര വിതരണം എന്നിവ ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭ 7ാം വാർഡ് കൗൺസിലർ S. സനീഷിൻ്റെ നഗരസഭാ പ്രവേശനത്തിൻ്റെ 4ാം വാർഷികം ആഘോഷിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ, സ്നേഹോപഹാര വിതരണം നിർവഹിക്കുന്ന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ K. പ്രസാദ്, വയോജനങ്ങൾക്ക് തുണികൾ നൽകി, കൈലിമുണ്ടും സെറ്റുമുണ്ടും എല്ലാം നൽകി അവരെ ആദരിക്കുന്ന നഗരസഭയുടെ ആദരണീയനായ വൈസ് ചെയർമാൻ ശ്രീ T.S. അജയ്കുമാർ, ശ്രീമതി ഏലിക്കുട്ടി ജോൺ, ശ്രീമതി ശോഭാ ജോഷി, CDSൻ്റെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ജ്യോതിമോൾ, ക്രിസ്മസിൻ്റെ സന്ദേശം നൽകലും ക്രിസ്മസ് കേക്ക് മുറിക്കൽ നിർവഹിക്കുന്ന മഹാത്മാഗാന്ധി അവാർഡ് ജേതാവ് അഖിലാഞ്ജലി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ വാർഡ് കൗൺസിലർ S. സനീഷ് സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് സ്നേഹോപഹാരം വിതരണം ചെയ്തു. വാർഡിലെ 65 വയസ്സ് കഴിഞ്ഞ 200ഓളം വയോജനങ്ങൾക്ക് കൈലിമുണ്ടും തോർത്തും സെറ്റുമുണ്ടും നൽകി മുനിസിപ്പൽ വൈസ് ചെയർമാൻ T.S. അജയ്കുമാർ ആദരിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി സംസ്കൃത സാഹിത്യ വിഭാഗം PhD പ്രവേശനത്തിന് 1ാം റാങ്ക് നേടിയ ഐശ്വര്യ ബിജുവിനെ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ
അനുമോദിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AS സാബു, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ, മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ PD ലക്കി കേക്ക് മുറിക്കലും ക്രിസ്മസ് ദിന സന്ദേശം നൽകലും നിർവഹിച്ചു. ADS സെക്രട്ടറി DS ദീപ്തി, വൈസ് ചെയർപേഴ്സൺ NS ഫാസുര, നെടുമ്പ്രക്കാട് ഗവൺമെൻറ് UP സ്കൂൾ പ്രഥമാധ്യാപിക TP ശ്രീകല, ആർദ്ര സ്കൂൾ പ്രഥമാധ്യാപിക CP മിനി, അംഗൻവാടി ടീച്ചർ L ടെൻസി, ആശാ വർക്കർ KS ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ADS ചെയർപേഴ്സൺ TS ജാസ്മി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് ഈ കാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ പറഞ്ഞു. കുരുടൻ ആനയെ കണ്ട പോലെ മതങ്ങളുടെ പേരിൽ മനുഷ്യൻ കലഹിക്കുകയാണെന്നും A അജികുമാർ പറഞ്ഞു. ഈശ്വരനും എൻ്റെ ഗുരുവും എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനും ഒരുപോലെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ രണ്ടുപേരും പ്രത്യക്ഷപ്പെടുക. ഒന്ന് എൻ്റെ ഗുരു പ്രത്യക്ഷപ്പെടുക, മറുഭാഗത്ത് തൊട്ടടുത്ത് എൻ്റെ ദൈവം പ്രത്യക്ഷപ്പെടുക. ഞാൻ ആദ്യം പാതാരബന്ധങ്ങളിൽ നമസ്കരിക്കുന്നത് എൻ്റെ ഗുരുവിൻ്റെ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. അതാണ് യജ്ഞാചാര്യൻ്റെ ഗുരുക്കന്മാരുടെ പ്രസക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടമാണ് ഇതെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം A അജികുമാർ. കുരുടന്മാർ ആനയെ കണ്ടതുപോലെ മതങ്ങളുടെ പേരിൽ മനുഷ്യൻ കലഹിക്കുകയാണ്. മതം എന്തെന്നറിയാത്ത ഇത്തരക്കാർക്ക് ഗുരുദർശനങ്ങളാണ് മാർഗദീപം. സ്വന്തം മതത്തിൽ ഒതുങ്ങാതെ എല്ലാ മതങ്ങളും പഠിക്കാൻ എല്ലാവരും തയ്യാറാകണം. സനാതന ധർമ്മത്തിൻ്റെ സാരാംശം ഇതുതന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതങ്ങളുടെ പേരിലുള്ള സംഘർഷങ്ങൾ പഴങ്കഥകളാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ ആര്യാട് അപ്പൂര് അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിലെ ആദരിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യജ്ഞാചാര്യൻ തിരുനെല്ലൂർ പങ്കജാക്ഷനെ അജികുമാർ പൊന്നാട ചാർത്തിയും പുരസ്കാരം നൽകിയും ആദരിച്ചു. ക്ഷേത്രത്തിനു വേണ്ടി രാജീവ് തന്ത്രി പുരസ്കാര സമർപ്പണം നടത്തി. സപ്താഹ യജ്ഞത്തിൻ്റെ ഭദ്രദീപ പ്രകാശനം വൈഷ്ണവ് പ്രവീൺ നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് V വിജയൻ, KR സത്യപാലൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മദ്. ചേർത്തല ചെറുവാരണം അയ്യപ്പഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൻ്റെ പഞ്ചവർഗ തറയുടെ വേദിക വയ്പ് കർമ്മം ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശബരിമല അയ്യപ്പൻ്റെ പാദസ്പർശത്താൽ പുണ്യം നേടിയ ചെറുവാരണം അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൻ്റെ പഞ്ചവർഗ തറയുടെ വേദിക വയ്പ് ഭക്തിസാന്ദ്രമായി. മേൽശാന്തി രാകേഷ് ശിവരൂരായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ ശിലാപൂജയ്ക്ക് ശേഷമാണ് വൈദിക വയ്പ് നടന്നത്. ദേവസ്തുതികളും വായ്ക്കുരവുകളും ഭക്തി നിറവിലാക്കിയ അന്തരീക്ഷത്തിൽ ഉഷാ രാമചന്ദ്രൻ, മന്നത്ത് മഠം, മകൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന വേദിക വയ്പ് ചടങ്ങ് നിർവഹിച്ചു. NSS 1658, 3522 കരയോഗം ഭരണസമിതി അംഗങ്ങൾ, വനിതാ സമാജം പ്രവർത്തകർ എന്നിവരും നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ N രാംദാസ്, ദേവസ്വം പ്രസിഡന്റ് N ഉണ്ണികൃഷ്ണൻ, ദേവസ്വം സെക്രട്ടറി വേണുഗോപാൽ, ദേവസ്വം ട്രഷറർ N രാധാകൃഷ്ണൻ, ഷാജി ഇല്ലത്ത്, C ചന്ദ്രശേഖരൻ നായർ, N രാജേന്ദ്രൻ, MS ചന്ദ്രശേഖരൻ നായർ, ഇന്ദിര V പിള്ള, രാധാമണി എന്നിവർ നേതൃത്വം നൽകി. ശബരിമല അയ്യപ്പനുമായി അഭേദ്യ ബന്ധമുള്ളതാണ് അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രം. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം നടക്കുകയാണ്. ഏതാണ്ട് 5.5 കോടി രൂപ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. 1 വർഷത്തിനുള്ളിൽ അമ്പല സമർപ്പണം നടത്തണമെന്നാണ് നമ്മുടെ ദേവസ്വം കമ്മിറ്റിയുടെ അതുപോലെ നിർമ്മാണ കമ്മിറ്റിയുടെയും ആഗ്രഹം. അതിന് അയ്യപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നതിനാണ് തെളിവാണ് ഇന്ന് വേദിക സമർപ്പിക്കാനായിട്ട് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഉഷാ രാമചന്ദ്രൻ അവർ. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ വിവിധ പ്രദേശങ്ങൾ, ചേർത്തല താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും പല പ്രമുഖ വ്യക്തികളും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ 2 കരയോഗാംഗങ്ങൾ, നാട്ടുകാർ, ജാതി മത ചിന്ത വെടിഞ്ഞ് എല്ലാവരും നമ്മളുടെ ചുറ്റമ്പല നിർമ്മാണത്തിന് സഹകരിക്കുന്നുണ്ട്. ടൈനോസ് മുഹമ്മദ്. മുഹമ്മ പൂജവെളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന ഉണ്ണിയൂട്ട് ഭക്തിസാന്ദ്രമായി. 500ഓളം കുരുന്നുകൾ ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു.
ദേവസ്തുതികളും വാദ്യഘോഷങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ശ്രീകൃഷ്ണ അവതാര ചടങ്ങിന് ശേഷമാണ് ഉണ്ണിയൂട്ട് ആരംഭിച്ചത്. 500ഓളം കുരുന്നുകൾ ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു. മാതാവിനൊപ്പമാണ് കുട്ടികൾ യജ്ഞശാലയിൽ ഉണ്ണിയൂട്ടിനെ ഇരിക്കുന്നത്. മേൽശാന്തി അനിൽ അമ്പാടിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ തീർത്ഥം തെളിച്ചും തിലകമണിയിച്ചും തുളസിമാല ചാർത്തിയും വരവേറ്റ ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആദ്യം തേനും വെണ്ണയുമാണ് വിളമ്പിയത്. ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നൽകിയ പടച്ചോർ കൂടി വിളമ്പിയതോടെയാണ് നാമസങ്കീർത്തനങ്ങളുടെ നിറവിൽ ഉണ്ണിയൂട്ട് നടന്നത്. ഭാഗവത പാരായണം, പ്രഭാഷണം, വെണ്ണയൂട്ട്, പ്രസാദ ഊട്ട് എന്നിവയും നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, ഭജന എന്നിവയും ഉണ്ടായിരുന്നു. മേൽശാന്തി അനിൽ അമ്പാടി, നടരാജൻ ശാന്തി, യജ്ഞാചാര്യൻ ഏരൂർ രാധാകൃഷ്ണസ്വാമി എന്നിവർ വൈദിക ചടങ്ങുകൾക്ക് കാർമ്മികരായി. ദേവസ്വം പ്രസിഡന്റ് CS അൽകുമാർ, വൈസ് പ്രസിഡന്റ് ബിനു C ആശാരിപറമ്പ്, സെക്രട്ടറി PR ദാസപ്പൻ, ജോയിന്റ് സെക്രട്ടറി T സാബു കല്ലാട്ട്, ട്രഷറർ KK വിശ്വൻ കല്ലാട്ട് എന്നിവർ നേതൃത്വം നൽകി. ടൈനൂസ് മുഹമ്മദ്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. മന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. ജനുവരി 3 മുതൽ 13 വരെയാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ബോധവൽക്കരണ ക്യാമ്പയിനുമായി രംഗത്ത്. 1 മാസം നീളുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ആലപ്പുഴ RTO. CPM കായംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സമ്മേളനവും നടന്നു. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് മുന്നിൽ മത്സ്യവില്പന നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്നു എന്നാരോപിച്ച് ആലപ്പുഴയിലാണ് വേറിട്ട സമരം. ചേർത്തല അന്തകാനഴി മേഖലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. അന്തകാനഴി ബീച്ചിന് സമീപത്തും പള്ളിത്തോട് കൈരളി ജംഗ്ഷന് സമീപത്തുമാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.